എനിക്കിപ്പോ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ബേസിൽ ജോസഫ് എന്ന് പറയുന്ന സംവിധായകനെയാണ്. ഹായ് ചേട്ടാ, എൻ്റെ പേര് അർജുൻ. ഞാൻ ചേട്ടൻ്റെ വലിയൊരു ഫാനാണ്. കുറേ മൂവീസൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്ന ഇതാണ്, ചേട്ടൻ്റെ മക്കളുടെ കയ്യിൽ നിന്ന് കുറേ ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടോ? ചേട്ടൻ്റെ മക്കൾക്ക് മിന്നൽ മുരളി പോലെയുള്ള ക്യാരക്ടേഴ്സാണോ ഇഷ്ടം, അതോ AR റഹ്മാനുള്ള പോലെ മണിയനെ പോലെയുള്ള ക്യാരക്ടേഴ്സാണോ ഇഷ്ടം? എൻ്റെ മക്കൾക്ക് തീർച്ചയായിട്ടും മിന്നൽ മുരളി പോലത്തെ ക്യാരക്ടേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ചെറിയവൻ ഇപ്പോൾ മണിയനാണ്, കുഞ്ഞിക്കേളുവാണെന്നൊക്കെ പറഞ്ഞ് അവിടെ എവിടെയും കിടന്ന് ചാടി, കുതിരപ്പുറത്ത് ചാടുകയാണെന്ന് പറഞ്ഞ് ബെഡിൽ നിന്നെടുത്ത് ചാടലും തലകുത്തിമറയലും, ഞാൻ എവിടെയെങ്കിലും കിടക്കുകയാണെങ്കിൽ എൻ്റെ നെഞ്ചത്ത് ചേടി കയറി ഇരുന്നിട്ട് കള്ളനാണോ പോലീസാണോ ആദ്യം ഉണ്ടായെന്ന് ചോദിക്കലും, ഇതൊക്കെ തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ ഞാൻ തിരിച്ചറിയുന്നത് ഈ മിന്നൽ മുരളിയും ഇപ്പോൾ ARMലെ മണിയനും ഒക്കെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതായിട്ട് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. കാര്യം പലയിടത്തും പോകുന്ന സമയത്ത് ഈ സിനിമകൾ റിപ്പീറ്റ് ആയിട്ട് കാണുന്നു. ഭക്ഷണം കഴിക്കണമെങ്കിൽ കുട്ടികൾക്ക് ഈ സിനിമ വെച്ചു കൊടുക്കണമെന്ന് പല പാരൻസും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ വളർന്ന് വലുതാവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഞാൻ. അപ്പോഴായിരിക്കും എൻ്റെ പ്രൈം. ഒരു നാൾ ഇവരൊക്കെ വളർന്ന് വലുതായിട്ട് എന്നിട്ട് ഞാൻ കുറച്ച് സിനിമകൾ ചെയ്യും. അത് വളരെ വളരെ പോയിന്റഡ് ആയിട്ടുള്ള മെസ്സേജാണ്. ഈ ബൈറ്റ് എടുത്തു വെച്ചോ, പിന്നെ ഒരു സമയത്ത് അത് യൂസ് ചെയ്യും. ചോദിച്ചോളൂ, പെട്ടെന്ന് ചോദിച്ചോ. ആരാളാ? ഹലോ ടോവിനോ. ഹലോ ഹലോ ഹായ്. ഞാനിപ്പം ഇപ്പോഴെന്നല്ല, ടോവിനോ എവിടെ പോയാലും ഇപ്പം ടോവിനോയുടെ വിട്ടുമാറാത്ത ഒരു ചോദ്യം ഉണ്ടായിരിക്കും ബേസിൽ ജോസഫിനെ റിലേറ്റ് ചെയ്ത്. കാരണം നിങ്ങളുടെ സൗഹൃദം തന്നെയാണ്. എന്നാലും ചോദിക്കുകയാണെങ്കിൽ ഇപ്പം എപ്പോഴെങ്കിലും ഒന്ന് തോന്നിയിട്ടുണ്ടോ, എങ്കപ്പാത്താലും നീ ഒരു രക്ഷയില്ലല്ലോടെ നിനക്കൊണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ, പറഞ്ഞിട്ടുണ്ടോ ബേസിലിനോട്? ഏയ് അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച കൂടെ ഞങ്ങൾ ഒരുമിച്ച് ഒരു അവാർഡ് ഫംഗ്ഷന് പോയിട്ട് തിരിച്ചു വന്നേ ഉള്ളൂ. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഞങ്ങൾ ഇപ്പോഴും ഈ പറഞ്ഞ പോലെ ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയ കുട്ടികൾ തന്നെയാണ് എന്നുള്ള കാരണമാണ് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചളി പറയാൻ പറ്റും. ഞാൻ പറയുന്ന ഒരു ഏറ്റവും മോശം തമാശ വരെ അവനതിൻ്റെ വിഷ്വലൈസ് ചെയ്യാനും അതിനുവേണ്ടി ചിരിക്കാനും പറ്റും. അതുപോലെ തന്നെ തിരിച്ചും അങ്ങനെ ഒരു സൗഹൃദം ഞങ്ങൾ തമ്മിലുണ്ട്. എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ബേസിൽ ജോസഫ് എന്ന് പറയുന്ന സംവിധായകനെയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ അവനോട് പറഞ്ഞു, അഭിനയം അടിപൊളിയാണ്, നിന്റെ അഭിനയം ഗംഭീരമാണ്, നീ ഇനിയും അഭിനയിച്ചുകൊണ്ടിരിക്കണം. പക്ഷേ ഒരു 3 വർഷം കൂടുമ്പോഴെങ്കിലും ഒരു സിനിമ സംവിധാനം ചെയ്യണം എന്നുള്ള എനിക്കൊരു സിനിമ തരണം എന്ന് കൂടി പറയുന്നുണ്ടോ? കേട്ടില്ല? ഇല്ലല്ല, അത് നിർബന്ധമില്ല. ബേസിൽ ജോസഫ് എന്ന് പറയുന്ന സംവിധായകൻ സംവിധാനം ചെയ്താൽ മതി. ഞാൻ അതിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് സന്തോഷം തന്നെയാണ്. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. A round of applause, a big round of applause for ടൊവിനോ തോമസ്. അതോടൊപ്പം തന്നെ ഞാൻ ഈ വേദിയിലേക്ക് ഒരു ചോദ്യം അല്ല ടൊവിൻ പറഞ്ഞു, ചോദിച്ചോ. ഹായ് സാർ. ഹലോ ഹലോ ഹായ്. ഐഡന്റിറ്റിയിലെ ബെസ്റ്റ് മൊമെന്റ് അല്ലെങ്കിൽ അതിൽ പറയാൻ പറ്റുന്ന ഒരു ഡയലോഗ് ഞങ്ങൾക്ക് വേണ്ടി പറയാൻ പറ്റുമോ? സാറിൻ്റെ കൂടെ മകനും അസോസിയേറ്റ് ആൻഡ് ARMൽ പറ്റിയിട്ടുണ്ട്. വലിയ സന്തോഷമാണ്. ഐഡന്റിറ്റിയിലെ ഒരു ഡയലോഗ്. ഐഡന്റിറ്റിയിൽ അങ്ങനെ അത് എനിക്ക് തോന്നുന്നു, അങ്ങനെ ഒരു ഡയലോഗൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടാൽ അതായിരിക്കും പിന്നീട് സിനിമയുടെ റിലീസിന് ശേഷം എവിടെയെങ്കിലും ഇന്ന ഡയലോഗ് പറയാമോ എന്ന് ചോദിച്ചാൽ പറയാം എന്നുള്ളതല്ലാതെ എനിക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡയലോഗ് ഇപ്പോൾ പറയാമോ എന്നെനിക്ക് അറിയില്ല. പക്ഷേ ഈ സിനിമയിൽ ഞാൻ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് ഈ സിനിമയുടെ ഒരു അവസാനത്തെ ഒരു കുറച്ച് സമയം, ഒരു 30-40 മിനിറ്റ്സ് കാണാൻ തന്നെയായിരിക്കും. കാര്യം അത് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തുണ്ടായിരുന്നതിനേക്കാൾ ഒരുപാട് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് കൊണ്ടും മ്യൂസിക് കൊണ്ടും എഡിറ്റിംഗ് കൊണ്ടും ഒക്കെ ഇലവേറ്റ് ആവേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെ വരും, അതെങ്ങനെ എത്രത്തോളം സന്തോഷത്തോടെ എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പ്രേക്ഷകർക്ക് അനുഭവപ്പെടുമെന്നും അത് സ്വീകരിക്കുന്നത് കാണാനായിട്ട് എനിക്ക് ഭയങ്കര കൊതിയുണ്ട്. കാര്യം അതങ്ങനെ അത്ര യൂഷ്വൽ അല്ലാത്ത ഒരു ഫോർമാറ്റിലുള്ള കുറച്ച് സീനുകളാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചധികം പരിപാടികൾ ഇപ്പോൾ ആർട്ട് ഡയറക്ടർക്കാണെങ്കിലും അതിന് വേണ്ടിയിട്ടാണ് ഷാബി മിശ്ര എന്ന് പറയുന്ന നമ്മൾ ഹിന്ദിയിലൊക്കെ കുറേ സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു ആർട്ട് ഡയറക്ടർ വന്നിരുന്നു. അദ്ദേഹവും പിന്നെ നമ്മളുടെ പ്രൊഡക്ഷൻ ഡിസൈനറായിട്ടുള്ള അനീസ് നാടോടിയും കുറേ എഫേർട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ചധികം പരിപാടികൾ ആ സമയത്ത് ആ ഒരു ഭാഗത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിലേക്കുള്ള ബിൽഡപ്പാണ് അതുവരെയുള്ള സിനിമയിൽ കൂടുതലും ഉണ്ടാകുന്നത്. അപ്പോൾ അത് കാണാനായിട്ട് ഞാൻ ഭയങ്കര വെയിറ്റിംഗ് ആണ്. ഞാനിതിൻ്റെ ഈ ഒരു കംപ്ലീറ്റ് പ്രോഡക്റ്റ് ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് ഈ സിനിമയിലുള്ള കോൺഫിഡൻസും പ്രതീക്ഷയും എന്ന് പറയുന്നത് ഈ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് എഡിറ്റർ മുതൽ ഇപ്പോൾ ഇന്നലെ സൗണ്ട് മിക്സിങ് കഴിഞ്ഞ സൗണ്ട് മിക്സിങ് എഞ്ചിനീയർ വരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് എൻ്റെ പ്രതീക്ഷ കൂട്ടുന്നത്.